ഈസ്റ്റർ ആയിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും സ്റ്റൂ ആണ്. സാധാരണ ഞാൻ എപ്പോഴും ചിക്കൻ സ്റ്റൂ ആണ് വെക്കാറ്. ഇന്ന് ഇത്തിരി മാറ്റി പിടിക്കാമെന്ന് കരുതി ബീഫ് സ്റ്റൂ ആണ് കേട്ടോ വെക്കുന്നത്. ആദ്യം ബീഫ് വേവിക്കാനുള്ള പരിപാടി നോക്കാം. കുറച്ച് കുരുമുളകും ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാം. ഇനി നമുക്ക് സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറി അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തോളം ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇന്നലെ രാത്രി തന്നെ ഞാൻ അപ്പത്തിന് മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരുന്ന മാവായിരുന്നു. ഇത്ര അധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ കലക്കി വെച്ചത് മാവ്. മാവിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് 2 കൈയിൽ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. ഈ സമയം കൊണ്ട് ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേഗം അപ്പവും ചുട്ടെടുക്കാം. സ്റ്റൂവും വേഗം ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നാളായിട്ട് ഞാൻ പുതിയ അപ്പച്ചട്ടി വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് അതിൽ ഇച്ചിരി എണ്ണ തൂത്തിട്ട് അപ്പമാവ് ഒഴിച്ചു കഴിഞ്ഞാൽ വിട്ടുപോരെന്ന് കണ്ടത്. അപ്പം ഞാൻ കരുതി അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. ഒരു തുള്ളി ഓയിൽ ഒഴിച്ച് ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് എൻ്റെ വീട്ടിൽ ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും രാവിലെ അപ്പവും സ്റ്റൂവും തന്നെ. അതെൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ സേതുവിനും ഇഷ്ടമാണത്. അതുകൊണ്ട് തന്നെ വേറെ ചോദ്യമൊന്നുമില്ല. അപ്പവും സ്റ്റൂ എന്ന് പറയണമെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു രാവിലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ അപ്പം ഉണ്ടാക്കിക്കോളാം, മോൾ സ്റ്റൂ നോക്കിക്കോന്നും പറഞ്ഞാണ് വന്ന് നിൽക്കണം നിപ്പ്. അങ്ങനെ സ്റ്റൂവിൻ്റെ ബാക്കിയുള്ള പരിപാടിയും കൂടെ നോക്കി വേവിച്ച് വെച്ച ബീഫും കൂടെ ഇട്ടിട്ട് 2ാം പാലും ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായി. ഇനി ലാസ്റ്റ് 1ാം പാലും ഒഴിച്ചിട്ട് നേരെ ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇറക്കി വെക്കുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് ഒഴിച്ചു കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി ഞാൻ നേരെ ടേബിൾ സെറ്റ് ചെയ്യാൻ പോയി. സേതോടെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകി വെക്കുകയാണ്. ഇനി ക്ഷമയില്ല, നേരെ ഫുഡ് എടുത്ത് നേരെ പോയി കഴിക്കാനിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഈസ്റ്റർ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഈസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.